മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരന്റെ വായിൽ തുണി തിരികെ മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനെതിരെ കേസെടുത്ത് പോലീസ്. പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്ത ഇടുക്കി അണക്കര സ്വദേശിയായ 17-കാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കുളിക്കാൻ പോയ ടൈമിൽ ഇവർ വന്ന് വിളിച്ചിറക്കി അടിക്കുകയും ഇതൊക്കെ ചെയ്തു. നടുവിനിട്ടും അടിച്ചു, തുടക്കിട്ട് അടിച്ച്, കാൽവെള്ളക്കിട്ട്, കൈവെള്ളക്കിട്ടും, പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തും പുറത്തുമൊക്കെ ഇടിക്കുകയും തല കൊണ്ട് കട്ടില ഇടിപ്പിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. മോഷണത്തിൻ്റെ പേരിലാണ് ഇവർ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആരുടെ പൈസ എടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുകയും ഇതൊക്കെ ആയിരുന്നു ചെയ്യും. സ്ഥാപനത്തിൽ ഈ വീഡിയോ വഴി ലൈവ് വഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെയാണ് ഇവിടുന്ന് സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേപ്പിച്ചിറത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ചെന്ന് എന്നെ അവിടെ നിർത്തി പഠിപ്പിക്കാം, 10 എഴുതി എടുപ്പിക്കാം, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ് അങ്ങനെ ഒരു 2 ദിവസം ജൂൺ വരെ ഇങ്ങനെ വീഡിയോ ഇതും കാര്യങ്ങളായിപ്പോയി. ജൂൺ സ്കൂൾ തുറക്കുന്നതിൻ്റെ അന്ന് ഇവർ കുറച്ച് പിള്ളേർ വന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പഠിക്കുന്നതിന് ഞാൻ പോയി അവരോട് ചോദിച്ചു, എനിക്കും പഠിക്കണം, എൻ്റെ ശരിയായോ ഇല്ലയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു നിൻ്റെ കാര്യങ്ങൾ പറയാം, വെയിറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരാഴ്ച വരെ അങ്ങനെ പോയി കഴിഞ്ഞ് അവരുടെ അടുത്ത് പിന്നെയും ചോദിച്ച് കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു നിന്നെ ഇനി പഠിപ്പിക്കാൻ ഇന്നില്ല, നീ വീഡിയോയുടെ ഇതൊക്കെ ആയിട്ട് പോയാൽ മതി, അങ്ങനെ ഇതാണെന്ന് പറഞ്ഞു. പിന്നെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോഴും ഇവർ വലിച്ചഴച്ചുകൊണ്ടാണ് പണിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, സ്നേഹത്തണൽ സ്ഥാപനത്തിൻ്റെ പേര്. കുട്ടികളും ഉണ്ട്, എന്നെക്കാളും മുതിർന്നവരുണ്ട്, വയസ്സായവർ, അങ്ങനെ അച്ഛന് വീട്ടുകാർ ഉപേക്ഷിച്ചവർ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടു. വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തി. പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് മുന്നിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ ഏതാണ്ട് ഒരു 4 മാസം മുമ്പാണ് ഈ 17 വയസ്സുകാരായിട്ടുള്ള കുട്ടികളെ ഈ പറയുന്ന എലോഹിം വർഷിപ്പ് സെന്റർ, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ എന്ന് പറയുന്ന 2 അഗതി മന്ദിരങ്ങളിലേക്കായിട്ട് കൊണ്ടുവന്നത്. 4 കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളെ, അതായത് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവരുടെ മുന്നോട്ടുള്ള പഠനം, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബന്ധപ്പെട്ട ഓൾഡ് ഏജ് ഹോമിലെ ബന്ധപ്പെട്ട അധികൃതർ ഈ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവരെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈ അധ്യയന വർഷം തുടങ്ങിയിട്ട് പോലും അവർക്ക് വേണ്ട യാതൊരു വിധത്തിലുമുള്ള ഒരു പഠന ക്രമീകരണം ഒരുക്കിയിട്ടില്ല. ആ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഈ കുട്ടികൾ ഉന്നയിക്കുന്നത്. അതുപ്രകാരം ഇവിടുന്ന് ഇടുക്കി കട്ടപ്പന അണക്കര സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോവുകയും പിന്നീട് മാതാപിതാക്കൾക്കൊപ്പം ബന്ധപ്പെട്ട വിവരം ചൈൽഡ് പ്രൊട്ടക്ഷൻ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും CWCനെ അറിയിക്കുകയൊക്കെയാണ് ചെയ്തത്. അതുപ്രകാരം അതിനകത്ത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. 17 വയസ്സുകാരനായിട്ടുള്ള ഇടുക്കിയിലെ കുട്ടി വലിയ തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനത്തിന് ഇരയായി എന്നുള്ള കാര്യം ആ കുട്ടി പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂരിലെ സ്നേഹത്തണൽ എന്ന് പറയുന്ന ഈ അഗതി മന്ദിരത്തിലാണ്. ഇവിടെ ഒരുപാട് മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, പ്രായമായവരൊക്കെ താമസിക്കുന്ന ഒരു അഗതി മന്ദിരമാണ്. ഇവിടെയാണ് ആ കുട്ടികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നത് എന്നുള്ള നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ പറയുന്ന സ്നേഹത്തണലിലും അതുപോലെ തന്നെ എലോഹിം വർഷിപ്പ് സെന്ററിലുമായിട്ട് ഈ കുട്ടികളെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ കുട്ടികളെ ഇവിടുത്തെ പണി, അതായത് പഠിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് യാതൊരു വിധത്തിലും അവരെ പഠിപ്പിക്കാതെ ഇവിടെയുള്ള എല്ലാ പണികളും ആ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇടുക്കി സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരൻ, അതുപോലെ കോട്ടയം സ്വദേശിയായിട്ടുള്ള മറ്റൊരു കുട്ടിയെ കൂടി CWC രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ എന്തായാലും മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.